TMT സാറിൻ്റെ അടുത്ത് പഠിക്കുമ്പോഴാണ് നമുക്ക് ഈ പാട്ടിൻ്റെ സാഹിത്യങ്ങൾക്കുള്ള ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വയലിനിൽ ഈ സംസാരിക്കുന്ന പോലെ തന്നെയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു 2 വാചകം സംസാരിച്ച് കഴിഞ്ഞാൽ അത് വയലിനകത്ത് റിപ്പീറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് പാട്ട്. അതിൻ്റെ സാഹിത്യ സ്ഫുടത എങ്ങനെയാണ് ആ ഒരു പാട്ടിൽ പോകുന്നത്, അത് നമുക്ക് അതിനെപ്പറ്റി നല്ലൊരു ഗ്രാഹ്യമായി. അപ്പോൾ അതാണ് ഞാൻ ഈ ഗായകി ഘരാന എന്ന് നേരത്തെ സൂചിപ്പിച്ചത്. അപ്പോൾ പാടുന്ന ഒരു കൃതി പാടുമ്പോൾ ആ കൃതി ഇപ്പം നമ്മൾ വായിക്കുമ്പോൾ ആ ഒരു കൃതിയുടെ ആ ഒരു ലൈവ് ഫീൽ കിട്ടണമെങ്കിൽ നമുക്കതിൻ്റെ മീനിങ് അറിഞ്ഞിരിക്കണം, അതിൻ്റെ സാഹിത്യം അറിയണം, അതിൻ്റെ നൊട്ടേഷൻസ് ഇതിനേക്കാട്ടിലും കൂടുതൽ നമ്മൾ അതുമായിട്ടൊരു ബന്ധം വേണം. വയലിൻ എൻ്റെ ഒരു 6-7 വയസ്സുള്ള സമയത്ത് അച്ഛനും അമ്മയും സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്നു. അപ്പം സ്കൂൾ കഴിഞ്ഞിട്ട് വെക്കേഷൻ അന്ന് ബാലഭവൻ അവിടെയൊക്കെ ഈ സമ്മർ ക്ലാസ്സുകളുണ്ടല്ലോ. അങ്ങനെ അച്ഛൻ്റെ ഒരു താല്പര്യത്തിന് അച്ഛൻ ഈ വലിയൊരു എന്താ പറയുക കഥകളി സംഗീതം ഒക്കെ വലിയൊരു ആസ്വാദകനായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ബാല്യകാലത്ത് അച്ഛനത് പഠിക്കാൻ സാധിച്ചിട്ടില്ല. അച്ഛൻ്റെ സുഹൃത്തുക്കളെല്ലാം വലിയ വലിയ കലാകാരന്മാരൊക്കെ. ഇപ്പോൾ എൻ്റെ പാട്ടിൻ്റെ ഗുരുനാഥനായിരുന്നു മങ്ങാട് നടേശൻ സാറ്. അദ്ദേഹത്തിൻ്റെയൊക്കെ ബാല്യകാല സുഹൃത്തായിരുന്നു അച്ഛൻ. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ വെക്കേഷൻ ടൈമിൽ ബാലഭവനിൽ കൊണ്ട് ജോയിൻ ചെയ്യിപ്പിച്ചാണ്. ബാലഭവനിലെല്ലാ പെയിൻറ്റിങ്, വയലിന്. അപ്പം വീട്ടിൽ രാവിലെ കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ ഞങ്ങളെ വൈകിട്ട് തിരിച്ച് ഓഫീസ് കഴിയുമ്പോൾ വിളിച്ചോണ്ട് പോകുന്ന രീതിയിൽ രാവിലെ വയലിൻ ക്ലാസ്, ഉച്ചയ്ക്ക് പെയിൻറ്റിങ്. അപ്പോൾ അങ്ങനെ വിട്ടു. അത് പഠിച്ചു തുടങ്ങിയപ്പം ഞാനത് നല്ലോണം ഗ്രാസ്പ് ചെയ്ത് പഠിക്കുന്നത് എൻ്റെ ഗുരുനാഥനും ഒന്ന് തോന്നി. അങ്ങനെ അതങ്ങ് സ്കൂൾ തുടങ്ങിയപ്പം പിന്നെ കണ്ടിന്യൂ ചെയ്തു. സ്കൂൾ തുടങ്ങിക്കഴിഞ്ഞപ്പം സാറ്റർഡേ ഒരു ക്ലാസ്സും പിന്നെ സ്കൂൾ ഡേയ്സിൽ ഒരു വൈകുന്നേരം ഒരു ക്ലാസ്സാണ്. പിന്നെ അച്ഛനത് സ്ഥിരമായിട്ട് കൊണ്ടുപോയി. അങ്ങനെയായിരുന്നു എൻ്റെ തുടക്കം. തുടങ്ങി പിന്നെ എനിക്ക് എൻ്റെ ഒരു 8 വയസ്സിൽ എത്രാം ക്ലാസ്സിലാണെന്ന് എനിക്കറിയില്ല, 4ാം ക്ലാസ്സോ 4ാം ക്ലാസ് ആണെന്ന് തോന്നുന്നു. ഒന്ന് ബ്രേക്കായി. സ്കൂളെല്ലാം മുടങ്ങിയായിരുന്നു. എനിക്ക് ചെറിയൊരു റൊമാറ്റിക് ഒരു സിംറ്റംസ് തോന്നിയിട്ട് അങ്ങനെ ട്രിവാൻഡ്രത്ത് ശ്രീചിത്ര തിരുനാൾ ഹോസ്പിറ്റലിൽ ഡോക്ടർ വലിയത്താൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒക്കെ എടുത്ത് മറ്റ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞപ്പം പിന്നെ അച്ഛന് ആ ഒരു താല്പര്യം അങ്ങ് വിട്ടു. പിന്നെ ഒരു വർഷം എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ നമുക്കത് സൂചിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ചെറിയൊരു വയലിനൊക്കെ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ട്യൂൺ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയിൽ നിന്നിട്ട് ഞാൻ ആയിട്ടില്ലായിരുന്നു. അങ്ങനെ കുറച്ച് ഒരു വിഷമമൊക്കെ ഇങ്ങനെ അടക്കി ഇങ്ങനെ ഇരുന്നു. അപ്പോൾ 5ാം ക്ലാസ്സിലോട്ടായ സമയത്താണ്, 5ാം ക്ലാസ്സിൽ എനിക്ക് ഒരു ഓണം വെക്കേഷൻ കഴിഞ്ഞിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. മറ്റ് ചില ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ട്. അപ്പോൾ ആ ഓണം വെക്കേഷൻ കഴിഞ്ഞപ്പോൾ ഇതുപോലെ അച്ഛൻ്റെ ഓഫീസിൽ എൻ്റെ ഈ ഗുരുനാഥൻ അന്വേഷിച്ച് ചെന്ന്, എൻ്റെ മോനെ കാണുന്നില്ലല്ലോ, അവനെ അത് പഠിത്തം തുടരാനായിട്ട് ഉള്ള ഇത് നിങ്ങൾക്ക് എടുക്കണം. അപ്പോൾ അച്ഛൻ പറഞ്ഞു അത് ബുദ്ധിമുട്ടാണ്, അവനിങ്ങനെ ചെറിയ ഒരു ഇതൊക്കെ വന്നു. അതൊക്കെ വന്നും എല്ലാ കുട്ടികൾക്കും വരുന്നതല്ലേ. ചിലപ്പോൾ അവനെ കൊണ്ട് ഇവിടെ ചേർത്ത് കഴിഞ്ഞാലേ പിന്നെ എല്ലാം ഭേദമാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അച്ഛനെ കൺവിൻസ് ചെയ്ത് പിന്നെ 2ാമത്തെ ഒരു ഇതിലാണ് പിന്നെ ഞാൻ സാറിൻ്റെ അടുത്ത് കോട്ടയത്ത് കലാക്ഷേത്രം എന്ന് പറഞ്ഞ അവിടെ സാർ ഇൻഡിവിജ്വലുമായിട്ട് ക്ലാസ് എടുക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ കൊണ്ട് വിട്ട് അങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു ഫുൾ സ്ട്രീം വയലിൻ ലേണർ എന്നുള്ള രീതിയിൽ സെക്കൻഡ് ടൈം ആരംഭിച്ചതാണ്. പിന്നെ ഇങ്ങോട്ടുള്ള യാത്ര എല്ലാം സംസ്ഥാന സ്കൂൾ യുവനോത്സവം, അങ്ങനെ ബാലജനസഖ്യത്തിൻ്റെ 2 വർഷം കലാപ്രതിഭയൊക്കെ ആയിരുന്നു. ഞാൻ പെയിൻറ്റിങ്ങും ഡ്രോയിങ്ങും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ വയലിനായിരുന്നു മെയിൻ. പെയിൻറ്റിങ് ഇപ്പോഴും ചെയ്യാറുണ്ട്. ഇപ്പോഴും കുറച്ച് പെയിൻറ്റിങ്സൊക്കെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ചെയ്യാറുണ്ട്. ഞാൻ കാണിക്കാം എൻ്റെ പെയിൻറ്റിങ്സൊക്കെ. അധികമൊന്നുമില്ല, പണ്ടൊക്കെ ചുരുട്ടിക്കൂട്ടി കളയായിരുന്നു.
അങ്ങനെ 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞു. കോളേജിൽ കോട്ടയം CMS കോളേജിലായിരുന്നു. അവിടെയും ഈ പറഞ്ഞ പോലെ എനിക്കൊരു ഇമ്പോർട്ടൻസ് കിട്ടിയ വയലിൻ കാരണമാണ്. പക്ഷേ വയലിൻ കാരണം ഇമ്പോർട്ടൻസ് കിട്ടിയുണ്ട്. അന്നത്തെ കലാകൗമുദിയിൽ ഒരു എഡിറ്റോറിയൽ വന്നിരുന്നു, ഒരു 16-കാരൻ്റെ വയലിൻ സ്വപ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് പാർട്ടിക്കാർ കണ്ടു. അങ്ങനെ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പം എന്നെ പിടിച്ച് നേരെ ഇലക്ഷന് നിർത്തുവാണ്. അന്നത്തെ SFIക്കാർ ISI അങ്ങനെയായിരുന്നു പാർട്ടി. അങ്ങനെ ഞാൻ ഫസ്റ്റ് പ്രീ ഡിഗ്രി കോട്ടയം CMS കോളേജിലെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു. അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ കോളേജിൽ വയലിൻ വായിക്കുന്നതുകൊണ്ട് ഞാനൊരു നോട്ടഡ് ഫിഗറായി. അവിടുന്ന് പിന്നെ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ MG യൂണിവേഴ്സിറ്റിയുടെ കലോത്സവത്തിലൊരു 3 പ്രാവശ്യം വിന്നറായിരുന്നു. അതിനപ്പുറം നാഷണൽ യൂണിവേഴ്സിറ്റി ഫെസ്റ്റിവൽ അതിൽ വിന്നറായിരുന്നു. അതിനുശേഷം ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് തന്നെയാണ് ആകാശവാണിയുടെ മറ്റേ ഓൾ ഇന്ത്യ കോമ്പറ്റീഷനുണ്ട്. അത് 24 വയസ്സ് വരെ ഉള്ള ഏജ് ലിമിറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി ഒരു മ്യൂസിക് കോമ്പറ്റീഷനുണ്ട്. ആ മ്യൂസിക് കോമ്പറ്റീഷൻ എനിക്ക് ഓൾ ഇന്ത്യ ഫസ്റ്റ് കിട്ടി വയലിന്. അതാണ് ഈ പ്രൈസാണ് കാണുന്നത്, ആകാശവാണിയുടെ. സോ ആ പ്രൈസിൻ്റെ ഫസ്റ്റ് പ്രൈസിന് കൊടുക്കുന്നത് അന്നത്തെ ആകാശവാണിയുടെ ഓഡീഷൻ ആർട്ടിസ്റ്റിന് കൊടുക്കുന്ന B ഗ്രേഡ്. അത് ആ പ്രൈസിനൊപ്പം ആകാശവാണിയുടെ ഗ്രേഡഡ് ആർട്ടിസ്റ്റായിട്ട് കിട്ടി. അങ്ങനെ ഡിഗ്രി സെക്കൻഡ് ഇയർ തൊട്ട് ഞാൻ ആകാശവാണിയുടെ കാഷ്വൽ ആർട്ടിസ്റ്റായിട്ട് എൻ്ററായി. തിരുവനന്തപുരം ആകാശവാണിയിലാണ് ആദ്യത്തെ ഒരു സെക്ഷനൊക്കെ വായിച്ചത്. പിന്നെ അത് 5 വർഷത്തിന് ശേഷം ഈ B ഗ്രേഡ് വീഡ് ഔട്ടായി പോവും. അപ്പോൾ അങ്ങനെ ആരോ സൂചിപ്പിച്ച് B ഗ്രേഡിന് അടുത്ത ഹയർ ഗ്രേഡുണ്ട്, B ഹൈ എന്ന് പറഞ്ഞ്. അതിനിങ്ങനെ അപ്ലൈ ചെയ്ത് അച്ഛനോടാണ് പറഞ്ഞത്. അച്ഛനായിരുന്നു ഫുൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതൊക്കെ. അങ്ങനെ ഞങ്ങൾ അപ്ലൈ ചെയ്ത് B ഹൈക്ക് പോയി ഞാൻ വായിച്ചു കഴിഞ്ഞിട്ട് ഒരു 5-6 മാസം വെയിറ്റ് ചെയ്തിട്ടും റിസൾട്ടൊന്നും വരുന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ തിരുവനന്തപുരം ആകാശവാണിയിൽ പോയിട്ട്, അന്ന് നമ്മുടെ ഇദ്ദേഹമായിരുന്നു 88-89 ആ സമയത്ത് G വേണുഗോപാലായിരുന്നു പ്രോഗ്രാം എക്സിക്യൂട്ടീവ്. അപ്പോൾ അദ്ദേഹത്തിന് എന്നെ അറിയാം. അപ്പോൾ എന്നോട് പറഞ്ഞു, അഞ്ജുവിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല, അത് A ഗ്രേഡിന് എന്തോ റെക്കമെൻഡേഷൻ പോയേക്കുമെന്ന് പറഞ്ഞപ്പം എൻ്റെ ടേപ്പിന് ഡൽഹിയിൽ നിന്ന് A ഗ്രേഡിന് റെക്കമെൻഡേഷൻ വന്ന്. അങ്ങനെ ഞാൻ ബാംഗ്ലൂർ പോയി ലൈവ് വായിക്കുമായിരുന്നു. അങ്ങനെ ആ ലൈവിൽ എനിക്ക് എൻ്റെ ഒരു 20 വയസ്സിൽ എനിക്ക് A ഗ്രേഡായി ആകാശവാണിയുടെ. അതോടെ പിന്നെ പ്രൊഫഷൻ പിന്നെ ഇത് മതിയെന്ന് തീരുമാനിക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ CMS കോളേജിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ തുടർ പഠനമൊന്നും താല്പര്യം തോന്നിയില്ല. ഏതായാലും ഇങ്ങനെ ഇത്രയും ഒരു അസറ്റ് കയ്യിൽ വന്നപ്പോഴേ പിന്നെ ഞാൻ മദ്രാസിലോട്ട് മൂവ് ചെയ്യുമായിരുന്നു കുറച്ച് നാൾ. TM ത്യാഗരാജൻ സാറിൻ്റെ അടുത്ത്. അദ്ദേഹം ചെമ്മാങ്കുടി സ്വാമിയുടെ ഡയറക്റ്റ് ഡിസേബിളാണ്. TMT എന്ന് സംഗീതകലാനിധി. അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറച്ച് നാൾ പാട്ട് ഞാൻ വയലിനെടുത്തുകൊണ്ട് പോകും, പാട്ട് അതാണ് ആ ഒരു അങ്ങനെ പാട്ട് ഘരാന ആയിട്ട് എനിക്ക് ഒത്തിരി താല്പര്യം തോന്നി. പിന്നീട് ഞാൻ വയലിൻ വായിക്കുമ്പോഴൊക്കെ എനിക്ക് തന്നെ ഞാൻ പഠിച്ച കൃതികൾ തന്നെ ഞാനത് റീമേക്ക് ചെയ്യുമായിരുന്നു. അതിൻ്റെ സാഹിത്യം അറിയാൻ ഇല്ലാത്ത നോട്ടേഷൻസ് എല്ലാം സാഹിത്യം എഴുതിയെടുക്കും. അങ്ങനെ ആ ഒരു സഞ്ചാരം അങ്ങനെ തുടങ്ങി.